ഹലോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നൊരു വെക്കേഷനിങ് എത്തി. അങ്ങനെ ട്രിപ്പൊന്നും പോകാനല്ലെങ്കിലും ചുമ്മാ ഒരു ഫാമിലി ടൈം. ഇപ്പോഴും ഫാമിലി കംപ്ലീറ്റ് ഒന്നുമല്ല കേട്ടോ. ചേട്ടനുണ്ട്, ചേട്ടൻ പുറത്താണ്. പിന്നെ അച്ഛനും ബിസി, അമ്മയും ബിസി, ഞാനും ബിസി. അങ്ങനെ ബിസികളുടെ ഇടയിൽ ഒരു ദിവസം ഞങ്ങളതായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഇന്ന സ്ഥലമെന്നൊന്നുമില്ല, നേരത്തെ പറഞ്ഞില്ലേ ഫാമിലി ടൈം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ പോയത് ബീച്ച് റോഡ് വഴിയായിരുന്നു. സാധാരണ ഉള്ള വഴി എപ്പോഴും പോകുന്നതും അല്ലേ, പിന്നെ ട്രാഫിക് ജാമും കാര്യങ്ങളും എല്ലാം അല്ലേ. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ആയിരുന്നു ബീച്ച് റോഡ് വഴി പോകാൻ. അപ്പോൾ ഞങ്ങൾ ചെറായി, കുഴിപ്പള്ളി, മുനമ്പം, നമ്മൾ ഇന്ദ്രിയ റിസോർട്ടിൻ്റെ അടുത്താണ്. അവിടെ റോപ്പ് വേയുടെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് മുനമ്പത്തേക്കായിരുന്നു. മുനമ്പം ബീച്ചിൽ ഇതുപോലെ കാർണിവലിൻ്റെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റൈഡുകളൊക്കെ ഉണ്ട്. ഇവിടെയും കൂടുതലായിട്ട് ഫോറിനേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷേ അവിടെ കാണികൾക്കും കാഴ്ചകൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിന്നതിൻ്റെ സൈഡിൽ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടങ്ങ് പോയി കൊടുത്തില്ല, കാരണം ലൊക്കേഷൻ ആണെങ്കിൽ അവർ ഇറക്കി വിട്ടാലും. ഇത് ഏഴിക്കരയാണ്. ഏഴിക്കരയിൽ സീ ഫുഡും ബോട്ടിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ അൽസാജിൽ പോയി, ആലുവ അൽസാജ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ലഞ്ച് കഴിക്കാനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റിയതാണ്. പിന്നെ അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു, അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ എത്തിയത് മലയാറ്റൂരാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴേ ഇതുപോലെ സൈഡ് വ്യൂ ആയിട്ടൊക്കെ ഈ മലകളും പച്ചപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ മല വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് അടിവാരത്താണ്. അടിവാരത്ത് നക്ഷത്ര തടാകത്തിൻ്റെ ചുറ്റും നിറയെ നക്ഷത്രങ്ങളുണ്ട്. മലയാറ്റൂർക്കാരുടെ ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ. ഈ സ്റ്റാർ ഇങ്ങനെ അലങ്കരിച്ചിട്ടേക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. നമ്മളുടെ നോക്കത്താ ദൂരം വരെ പടർന്നു കിടക്കുന്നതാണ് ഈ തടാകം. അതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ സ്റ്റാറുകളും ലൈറ്റുകളും ഒക്കെയാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസം വരെ ഇവിടെ ഡെക്കറേഷൻ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും, കാരണം ഇത്രയും ഭാഗം കവർ ചെയ്യണ്ടേ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ട് ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ നമ്മളുള്ളത് മലയാറ്റൂർ മലയുടെ താഴത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു ഈ സ്റ്റാർസിൻ്റെ ഒക്കെ. സന്ധ്യ ഒരു 6-6:30 ആയപ്പോൾ എല്ലാ ലൈറ്റും കൂടി ഒന്നിച്ച് കത്തി. നല്ലൊരു വ്യൂ ആയിരുന്നു. ഇത് എത്രത്തോളം നമുക്ക് ഈ വീഡിയോയിൽ കിട്ടിയെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നോക്കത്താ ദൂരം വരെയുള്ള സ്റ്റാറുകൾ അതിങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ് ഈ രാത്രിയിൽ. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു കൊച്ചി കാർണിവൽ കണ്ട് മടുത്തവരും എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരും വരുന്നൊരു സ്പോട്ട് ഈ മലയാറ്റൂർ ഈ കാർണിവലിന് തന്നെയായിരിക്കും. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ ഓക്കെ, നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചിവിടെ എത്തി. ഹാപ്പി ഡേ ആയിരുന്നു. നല്ലൊരു ഫാമിലി ടൈം കിട്ടിയൊരു ഡേ ആയിരുന്നു.